മഴക്കാലം വന്നു. മഴയുടെ ശബ്ദവും തണുത്ത കാറ്റും നമ്മളെ മനസ്സുപോലെ ശരീരത്തെയും റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുമെന്നറിയാമോ? ഇത് ആയുർവേദത്തിൽ ഏറ്റവും നല്ല സമയമാണ്. ഡീറ്റോക്സിന് പറ്റുന്ന സമയമാണ്. എന്താണ് പക്ഷേ ഈ ഡീറ്റോക്സ്? നമ്മൾ സാധാരണയായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, വ്യായാമത്തിൻ്റെ കുറവുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രമമല്ലാത്ത ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ ശരീരത്തിൽ കെട്ടിക്കിടന്നിട്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന വിഷാംശങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് പുറത്തു പോകാതെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡീറ്റോക്സ്. ശരീരത്തിനെ വീണ്ടും നോർമലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഡീറ്റോക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള പഞ്ചകർമ്മ തെറാപ്പി, കഷായം, ധാര, തിരുമ്മ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ തെറാപ്പീസ് ചെയ്യാൻ പറ്റുന്നതാണ്. മഴക്കാലത്തിൽ ശരീരത്തിനെ ഡീറ്റോക്സ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കാലമാണ് ശരിക്ക് ഈ മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ദേഹത്തിലെ അഗ്നി, അതായത് ഡൈജഷൻ ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഒരാൾക്ക് ഈ സമയത്ത് ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന വിഷാംശങ്ങളെയൊക്കെ പുറത്തള്ളുവാൻ എളുപ്പവും കൂടിയാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ശരീരം അഡാപ്റ്റ് ആവുന്നത്. കാരണം സ്കിന്ന് സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓയിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. പ്രകൃതി തന്നെ ക്ലീനിങ്ങിന് സഹായിക്കുന്ന സമയമാണിത്. അപ്പോൾ നല്ല രീതിയിൽ ശരീരത്തിലെ ക്ലെൻസിങ്ങിന് റെസ്പോൺസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. നല്ല ഭക്ഷണക്രമം ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം കൂടുതൽ നല്ല രീതിയിൽ റെസ്പോൺസീവ് ആകുന്ന ഒരു ടൈമാണ് ഈ പറഞ്ഞ മൺസൂൺ ക്ലൈമറ്റ്, അതായത് ഡീറ്റോക്സിന് പറ്റുന്ന കാലഘട്ടം. മഴക്കാലത്ത് ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ട അത്രയും ബുദ്ധിമുട്ടല്ല, അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടല്ല. ബാക്കിയുള്ള ക്ലൈമറ്റുകളിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മഴക്കാലത്ത് അത് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുള്ള സമയമല്ല. കാരണം ഇവിടെ നന്നായിട്ട് ചൂടുവെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ലൈറ്റായിട്ടുള്ള കഞ്ഞി, തോരൻ, ഉപ്പേരി പോലുള്ളത്, പിന്നെ വേവിച്ച ആഹാരങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം കഴിക്കുക. അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തേക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. എല്ലാ ദിവസവും കുറച്ച് സമയം നന്നായിട്ട് ദേഹം എണ്ണ തേച്ച് തിരുമ്മി കുളിക്കാനുള്ള സമയം കൊടുക്കുക. ഉച്ചി മുതൽ കാല് വരെ നന്നായിട്ട് അഭ്യംഗം ചെയ്യുക, തിരുമുക എന്നൊക്കെ പറയുന്നുണ്ട്. ഉറക്കത്തിന് പ്രാധാന്യമായിട്ട് കൊടുക്കുക. രാത്രി ഒരുപാട് നേരം ഉറങ്ങാതിരിക്കുന്ന പോലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. എല്ലാ ദിവസവും ചെറിയ ചൂടുള്ള വെള്ളം ധാരാളമായി കുടിക്കുക. അതുപോലെ തന്നെ നല്ല കോട്ടണിലുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക. ശരീരം ചൂടായിരിക്കാനും ഒക്കെ അത് സഹായിക്കും. പിന്നെ ഇത് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷെ ഇതെല്ലാം ശരീരത്തിനെയും മനസ്സിനെയും കുറേയേറെ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നതാണ്. പിന്നെ ഈ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കൂടുതലായിട്ടുള്ള ശരീരത്തിൻ്റെ നോർമൽ ഒരു സിർക്കാഡിയൻ റിതം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയും, ബാലൻസ് കണ്ടെത്താൻ ഇത് ഒരുപാട് സഹായിക്കും. ശരിക്കും ഇന്ന് ഡീറ്റോക്സ് എന്ന് പറയുന്ന ഈ പദം ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊരു ട്രെൻഡ് അല്ല. അത് ശരിക്കും നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു റിക്കവറി അല്ലെങ്കിൽ റിജുവിനേഷന് വേണ്ടുന്ന ഒരു ദൗത്യമാണ്. അത് ഇന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് അത് അസറ്റായിട്ട് കിടക്കും. ഇപ്പോൾ തുടങ്ങിയാൽ ഈ മഴക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആരോഗ്യപ്രദമായ കാലമാവും.